കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിലെ എണ്ണ നീക്കം ചെയ്യാത്തതിൽ അന്ത്യശാസനം നൽകി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്. എണ്ണ ഉടൻ നീക്കിയില്ലെങ്കിൽ കടുത്ത നടപടിയെന്നാണ് മുന്നറിയിപ്പ്. കപ്പൽ മുങ്ങിയ ഭാഗത്ത് നേരത്തെ എണ്ണപ്പാളികൾ കണ്ടു തുടങ്ങിയെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. എന്നാൽ ഇത് ഇന്ധന ടാങ്കിലെ എണ്ണ ചോർന്നതല്ല എന്നുള്ളതാണ് കപ്പലിന്റെ വിശദീകരണം. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുകയാണ്. സഹിൻ, ഇപ്പോൾ നാളുകൾ ഒരുപാട് കഴിഞ്ഞിരിക്കുന്നു. MSC എൽസ 3 കടലിന്റെ ആഴത്തട്ടിൽ കിടക്കുകയാണ്. അതൊരു വലിയ അപകടമായി തന്നെ കിടക്കുകയാണ്. ആ പ്രദേശത്ത് ഉൾപ്പെടെ മത്സ്യബന്ധനത്തിന് ഭീഷണിയുണ്ട്. ആ പ്രദേശത്തിന് അപ്പുറത്തേക്ക് കൂടി അത് ബാധിക്കുന്ന സ്ഥിതിയുണ്ട്. എന്തുകൊണ്ടാണ് നേരത്തെ ഈ എണ്ണ നീക്കം ചെയ്യുന്നതിന് ഒരു വലിയ വിദഗ്ധരായിട്ടുള്ള ഒരു കമ്പനിയെ ഉൾപ്പെടെ നിയോഗിച്ചിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അവർ പിന്മാറിയത് സഹിൻ? ബിനിലെ ജൂലൈ 3-നകം ഈ എണ്ണ നീക്കം ചെയ്യൽ നടപടി പൂർത്തിയാക്കണമെന്നായിരുന്നു കമ്പനിക്ക് അന്ത്യശാസനം നൽകിയിരുന്നത്. ഹൈക്കോടതിയും അക്കാര്യം സംബന്ധിച്ച ഒരു നിർദ്ദേശം കമ്പനിക്ക് നൽകിയിരുന്നു. എന്നാൽ കമ്പനി ഏർപ്പെടുത്തിയ T&T സാൽവേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ MSC എൽസ എണ്ണ നീക്കം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഈ T&T സാൽവേജിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ്. അവർ അതിന് നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് വേണ്ടത്ര സാങ്കേതിക പരിജ്ഞാനം T&T സാൽവേജിന് ഇല്ല എന്നുള്ളതാണ്. പകരം സിംഗപ്പൂർ ഡച്ച് കമ്പനികളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് MSC എൽസ കമ്പനി ഉടമകൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഈ ഘട്ടത്തിൽ വിശ്വസനീയമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല എണ്ണ നീക്കം ചെയ്യൽ ഇന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. കോസ്റ്റ് ഗാർഡും ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് എണ്ണ പാളികൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു, കപ്പൽ മുങ്ങിയിടത്ത് എന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡിൻ്റെ അറിയിപ്പ്. എന്തായാലും DG ഷിപ്പിംഗ് ഇത് സംബന്ധിച്ച് ഒരു കടുത്ത നിർദ്ദേശം അല്ലെങ്കിൽ കർശന നിർദ്ദേശം ഒരു അന്ത്യശാസനം അവർക്ക് നൽകിയിരിക്കുകയാണ്. എണ്ണ നീക്കം ചെയ്യൽ ഉടൻ ആരംഭിക്കണം, ജൂലൈ 3-നകം എണ്ണ നീക്കം ചെയ്യണമെന്ന് തന്നെയാണ് കമ്പനിക്ക് DG ഷിപ്പിംഗ് നൽകിയിരിക്കുന്ന അന്ത്യശാസനം. പിന്നിൽ ശരി, സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. MSC എൽസയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ്.